ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലായിരുന്നു. രണ്ടാമത്തെയും അവസാനത്തേതുമായ ബഹിരാകാശ യാത്ര അപ്പോളോ 11 മിഷൻ കമാൻഡർ പദവിയിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയായിരുന്നു. 1969 ജൂലൈ 20 ഇദ്ദേഹവും ഡസ് ആൻഡ്രിലും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. 2.5 മണിക്കൂറാണ് അവിടെ ചിലവഴിച്ചത്. ആ സമയത്ത് മൈക്കൽ കോളിൻസ് വാഹനത്തിൽ ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1970 പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിനല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രികരല്ലോ. ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിനല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രികരല്ലോ. റഷ്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 അല്ലോ. ആദ്യം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അപ്പോളോ 11 അല്ലോ. റഷ്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 അല്ലോ. ആദ്യം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അപ്പോളോ 11 അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 അല്ലോ. ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. കൃത്രിമോപഗ്രഹം ഇക്വറ്റോറിയലും പോളാറും മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതായിരുന്നു ആ കാഴ്ച. മനുഷ്യന്റെ ആ വലിയ കരുത്തിന് പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുടെ വർഷങ്ങളോളമായുള്ള കഠിനാധ്വാനം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ ചന്ദ്രയാത്രയിലെ മനോഹര കാഴ്ചകളാണ്. ഇന്ന് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടം. ആ സമയത്താണ് മനുഷ്യൻ ബഹിരാകാശത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചത്. ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു മനുഷ്യനിർമ്മിത പേടകത്തെ അയച്ചത് ആദ്യമായി മനുഷ്യനെ അയച്ചതും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി തങ്ങൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ മനുഷ്യനെ ചന്ദ്രനിൽ അയക്കും എന്ന വലിയൊരു